ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ്. മഹാബലി നമ്മുടെ രാജാവാണ്. ഓണം നമ്മുടെ രാജാവ്. നീ ഇതൊരു പഠിച്ചു കഴിഞ്ഞില്ലേ പ്രസംഗം? ഒരു ടെൻഷൻ. നിന്റെ ഒരു ടെൻഷൻ ഒന്ന് പൊക്കിയാട്ടോ നീ. കുറച്ച് ഹൈ പിച്ച് പാട്. അത് കിട്ടണില്ല, കുറെ നേരായി. പൂക്കളായിട്ട് തുടങ്ങിയില്ലേ? സർ പൂ വന്നിട്ടില്ല. ആരെ പൂ പറിക്കാൻ വെക്കണേ? അത് മൂത്താപ്പ അല്ല രമേശനാ. രമേശനാ ഫസ്റ്റ് പൂട്ടിയത് തന്നെ. എടാ കുഞ്ഞാപ്പൂ തേൻ കുടിക്കില്ലടാ, പൂ വാടിപ്പോവും. അപ്പൊ തുമ്പി കുടിച്ചിട്ട് വാടി പോകുന്നില്ല. നീ തുമ്പിയാണാ? എടാ അവന്റെ ഒരു സൈഡിൽ നോക്കി ചെറിയ കണ്ണാന്തുമ്പിയുടെ ഫേസ് കട്ടൊക്കെ ഉണ്ട്. കണ്ണാന്തുമ്പി തുമ്പി ഇത് കേട്ടില്ലേ? കണ്ണാന്തുമ്പി പോരാമോ നിന്നോടിഷ്ടം കൂടാമോ. അതൊക്കെ പാട്ടിയും കണ്ട് പൂ പറിക്കാൻ നോക്കിയേ. എനിക്ക് തോന്നല്ലോ ഈ പൂ കൊണ്ടൊന്ന് തികയുന്നു. ഇവിടെ ഈ പൂ മാത്രമേ ഉള്ളൂ. ഒരു മണിയെല്ലാം മാച്ചിട്ട് കൂട്ടി പോയാലോ? വാടാ ബാബാ. ഇത് വേഗം തുറക്കടാ. തുറക്കാൻ പറ്റണ്ടേ, കൈ പോണു. അതെ, ഇവിടുന്ന് തേൻ കുടിച്ചോട്ടാ. ശ്രമിക്കാം. ശ്രമിക്കാം. തുമ്പിക്കൊക്കെ തേൻ കിട്ടുന്നുണ്ടാവോ? ചേച്ചി ചേച്ചി മായച്ചി മായച്ചി മായച്ചി. ഇവിടെ ചേച്ചി ഇവിടെ ഇല്ലെന്ന് കൊണ്ടാ. നമുക്ക് പോയാലടാ. പൂവിലെന്തെങ്കിലും പോണേ. ഒരു പണി പറിച്ചോ, ഞാൻ ചേച്ചിയോട് പറഞ്ഞോളാം. എടാ അവിടെ പോയി പൂ പറിക്കിച്ചില്ലേ? എടാ എവിടെ ഉണ്ട് പൂ പറിക്കാം. എടാ തേൻ കുടിച്ച് നിൽക്കരുതിട്ടാ. എടാ ഇവിടെ പൂ കുറവാണല്ലോടാ. എടാ പണ്ട് ഇവിടെ ഒരുപാട് പൂ ഉണ്ടായിരുന്നു. ഇതേ പൊക്കത്തൊരു പൂ. എടാ കുരുവിയത് പറിച്ചടാ. എന്തൊരു ഒച്ച വയറ്റിയതാണാ? ആടാ ഞാൻ ഇന്നൊന്നും കഴിച്ചില്ലടാ. ആ വെറുതെ അല്ല. എന്താടാ ഫ്രണ്ടിലേക്ക് എന്ത് കുരുവി? എനിക്ക് പേടിയാവണല്ലോടാ. ഓടിയാലാ? എടാ നീ ഇങ്ങനെ പേടിക്കല്ലേ, കുരക്കും പറ്റി കടിക്കില്ലെന്നല്ലേ? അതിന് കുറയ്ക്കണില്ലോടാ. അപ്പൊ കടിക്കോട്ടെ രമേശ, ഓടിക്കോടാ. പട്ടി പുറകെ കയറിയടാ. കാര്യം ഇവിടെ പോയി. നീ എന്തേ കാണിക്കുന്നേ? എനിക്കറിയാം, ഞാൻ എടുത്തോളാം. ഇങ്ങനൊന്നും അല്ല. പിന്നെ മാറ്റി പൊക്ക. അരിൽ കാണും. പിന്നെ എനിക്ക് തന്നെ കാണാൻ വീട്ടതേന്ന് കൈ മാറ്റാൻ പിടിച്ചേ. അങ്ങോട്ട് തരി. എന്ത് പണ്ടാരം പട്ടിയായിരുന്നത്? നീ അതിന്റെ പട്ടീനെ കണ്ടാ? നീ അതിന് മുമ്പ് എനിക്ക് ഓടിയില്ലേ? എനിക്ക് ഈ പന്ന പട്ടിയൊന്നും പണ്ടേ ഇഷ്ടമല്ല. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പട്ടീനെ മാച്ചിട്ട് പറഞ്ഞ പട്ടീനെ എങ്ങനെ തല്ലി കൊല്ലം വൃത്തികെട്ട പട്ടി. രമേശ നീക്ക് ഇവിടെ പോയി കിടക്കുമായിരുന്നു. ഓ എപ്പോഴെങ്കിലും വന്നത് ഭാഗ്യം വിചാരിച്ചാൽ മതി. പങ്ക വന്നിട്ട് തിരക്കിട്ട് പോയി കേട്ടോ. പങ്ക തിരക്കി പട്ടി കുണ്ടി അടിച്ചുകൊണ്ട് കൊണ്ടിരുന്ന ഭാഗ്യം. ഡിസൈൻ റെഡിയാ? ഇതാണോ ഡിസൈൻ? സെറ്റല്ലേ? സെറ്റാക്കാം. ചോക്കെടുക്ക്. ഇതാണോ പൂക്കണോ? സാർ എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. അയ്യോ ഇത് വെച്ചില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് നോക്കി സാറേ? ഡിസൈൻ കണ്ടല്ലോ തന്നെ. ഞാനിവിടെ കൂടിയിട്ടെ, ഞാനാ മെയിൻ. സാറ് നമുക്ക് ഈ തവണ അപ്പം കടിയും ചാക്കിലോട്ടും വെച്ചാലാ? ഒരു പരിപാടിയും വേണ്ട, കായിക പരിപാടികളൊന്നും വേണ്ട. കഴിഞ്ഞ ആഴ്ച ഉടേടി വെച്ചിട്ട് നീയൊക്കെ എൻ്റെ തലയെ തല്ലി പൊടിച്ച് 4 തിരിച്ച്. അതുകൊണ്ട് കായിക പരിപാടി ഒന്നും വേണ്ട, കലാപരിപാടി മാത്രം മതി. അല്ല സാറേ രമേശ ഒഴിക്കടാ മോളെ, പരിപാടി തുടങ്ങാം. ഇന്ന് പോയടാ നമുക്ക് ട്യൂഷൻ ക്ലാസ്സിൽ ചെയ്യണോ? ആദ്യമായി അന്നീ സംഘം അവതരിപ്പിക്കുന്ന ഓണപ്പാട്ട്. ആരെ അന്ന? ഞാനാണ് സർ. എന്നാ തുടങ്ങ. ഒരു മിനിറ്റ് എന്റെ മുണ്ട് പോകുന്നു. 1 2 3 സ്റ്റാർട്ട്. പൊന്നോണം തിരുവോണം വന്നോണം
മലയോണം വടംവലി, പുലിക്കളി, തിരുവാതിരക്കളി, ലലലലലലലാ, ലലലലലലലലാ, ലലലലലലലലാ. നമുക്കുണ്ടൊരു മാവേലി മാമൻ, പാതാളത്തിലൊറ്റയ്ക്കായി പോയി, ആണ്ടിലൊരിക്കലിങ്ങോട്ട് വന്ന് പപ്പടും പായസം കുഴച്ചടിക്കും, കുഴച്ചടിച്ചിട്ട് ഒരൊറ്റ പോക്ക അടുത്ത കൊല്ലം കാണാനും പറഞ്ഞ് പായസം പായസം പരിപ്പ് പായസം, പായസം പായസം ഗോതമ്പ് പായസം, പായസം പായസം പാലട പായസം, പായസം പായസം ഇവിടെ എന്ത് പായസം, ഇവിടെ എന്ത് പായസം. സേമിയ പായസം, സേമിയ പായസം. പോയി കേടാ ഇവിടെ കൂടാ. ആ പായസം എല്ലാവരും കൊടുത്താ. രമേശാ, പായസം ഒരു പ്രാവശ്യം ഉള്ളൂ കേട്ടോ. സാറേ തുറക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ആരും ആക്രമണം കാണിക്കരുത് കേട്ടോ. സാറേ പപ്പടം ഇല്ല സാറേ. പപ്പടം ഇല്ല, പഴമില്ല. സാറേ ഇതാ കുഞ്ഞപ്പൻ 2 ഗ്ലാസ് വേണമെന്ന്. സാറേ ഞാനൊന്നും പറഞ്ഞില്ല, വെച്ചോണ്ടെങ്കിൽ മതി. അടുത്തതായി ഓണത്തിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാനായി ചിഞ്ചിലുവിനെ ക്ഷണിക്കുന്നു. മാന്യസദസ്സിന് വന്ദനം. ഞാൻ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഓണത്തിനെ പറ്റി പറയാനാണ്. ഓണത്തിനെ പറ്റി പറയുമ്പോൾ ആദ്യം ഓർമ്മ വന്നത് തുണ്ടാണ്. അതല്ല സാർ, ബിറ്റ് 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 എത്ര ഓണ എക്സാമുകൾ ഞാൻ തുണ്ട് വെച്ച് പാസ്സായിരിക്കുന്നു. പിന്നെ ആകെയുള്ളൊരു സമാധാനം ഓണ വെക്കേഷനാണ്. ഓണ വെക്കേഷനാണെങ്കിൽ ക്രിക്കറ്റൊക്കെ കളിക്കാൻ പോയി പിന്നെ അമ്മ കണ്ടത്തിലിട്ട് ഓടിച്ച് ആ ഓട്ടം നിൽക്കുന്നത് നേരെ അമ്മയുടെ വീട്ടിലാണ്. അമ്മയുടെ വീട്ടിൽ അമ്മയുടെ അമ്മ കണ്ണി കണ്ട കാച്ചിലും കപ്പിയൊക്കെ പുഴുങ്ങി തന്ന്, കണ്ണി കണ്ട മാങ്ങയൊക്കെ പറക്കി തന്ന്, അത് നിന്ന് തൂറ്റിൽ പിടിച്ച് അല്ല പങ്കായത്തിലടിച്ചാടി. പിന്നെ പറയാം. പോയി എന്നാ അടുത്ത ആളെ വിളിക്കും. അടുത്തതായി രമേശിന്റെ മിമിക്രി. വ്യത്യസ്തമായ കുറച്ച് ശബ്ദങ്ങളാണ് ഞാൻ ഇവിടെ അനുകരിക്കാൻ പോകുന്നത്. ആദ്യമായി തമിഴ്നാട്ടിൽ നിന്ന് പൂവുമായി വരുന്ന ഒരു ട്രെയിൻ. താങ്ക് യു. അടുത്തായിട്ട് നമുക്കൊരു വിമാനം പോണെന്ന് നോക്കാം. എന്താ രമേശ, വിമാനം ഒന്നും പോണില്ല സാറേ. നീ മിമിക്രി ആവുന്നതാണോ? എന്നുണ്ട് വെറൈറ്റി അല്ലേ? താങ്ക് യു. അടുത്ത ഞാൻ കുറച്ച് സിനിമ നടന്മാരുടെ ശബ്ദമാണ് എടുക്കാൻ പോകുന്നത്. ആദ്യമായി നിത്യഹരിത നായകൻ പ്രേം നസീർ. മണ്ടിപ്പെട്ടി ആ ട്യൂഷൻ ക്ലാസ്സിൽ വന്ന ആ എല്ലാ കുട്ടികൾക്കും എൻ്റെ ഓണാശംസകൾ. ആ കള്ളിപ്പെട്ടി ഒന്ന് ചിരിച്ചേ. ഓ അങ്ങനെയല്ല, ഇങ്ങനെ ആ മണ്ടിപ്പെണ്ണേ. രമേശ, അടുത്തായിട്ട് മീശ മാധവല്ലേ ഇന്ദ്രജിത്ത്. വട്ടപ്പേര് പറടാ, അമ്പിളിക്കുട്ടല്ലേ? സ്റ്റൈലൊക്കെ ഉണ്ട്. ഇനി ട്യൂഷൻ ക്ലാസ്സിൽ വരുമ്പോൾ ആ മീശ വടിച്ചിട്ട് വരണം. പങ്കജാശ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അയ്യോ എടാ പങ്കജാശ, നീ തങ്കപ്പനല്ലടാ, പൊന്നപ്പൻ. ഇതോടുകൂടി രമേശിന്റെ ഈ മിമിക്രി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു. രമേശ, നീ പഠിക്കാൻ കൊണ്ടുപോയില്ലെങ്കിൽ ഇതുകൊണ്ട് രക്ഷപ്പെടാം. താങ്ക് യു സർ. അടുത്തതായിട്ട് അമ്പിളിക്കുട്ടന്റെ ഓണത്തല്ല്. ഓണത്തല്ലോ സാറേ, ഈ ഓണത്തിന് നമുക്ക് അടിയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഇവരെങ്ങനെ രക്ഷപ്പെടാന്നുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം. അതാണ് ഈ ഓണത്തല്ല്. മേയ് വാ. സാറേ, ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ആരും വീട്ടിൽ പോയിട്ട് അനുകരിക്കാൻ പാടില്ല. കൊച്ചു കുട്ടികൾ, പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ കാണിച്ചു തരികയാണ് കേട്ടോ. സാർ, എനിക്ക് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് ഒരാളെ വേണം. എനിക്ക് ജഫ്. അടിയേട്ടാ സാർ, ഞാൻ അടിച്ചോടാ. അതെ സാറേ, അവൻ ഫൗളാണ് അടിച്ചത്. അവനെ അടുത്തേക്ക് കൊണ്ട് അടിച്ച കഴിഞ്ഞില്ലേ ഇത് ഓണത്തല്ലേ? പോയിക്കടാ. എടാ ഉള്ള എങ്ങോട്ടാ വേണേ ക്ലാസ്സിൽ കയറാ. പോടാ ചെറുക്കൻ്റെ പോയി അതിന് പിടിച്ചേ പോയി. ഓണത്തപ്പം വന്നില്ലല്ലോ.
അടുത്തതായി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന അനന്തരൻ ടീമിന്റെ ബ്രേക്ക് ഡാൻസ്. राजा राजा ना रॉकेट राजा हे राजा राजा बिग पॉकेट राजा ले 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 அஞ்சாம் கிளாஸ் படிக்கும் போது அட்டைய போட்டவன் நான் ஆறாம் கிளாஸ் படிக்கும் போது பிளேடு போட்டவன் ஹெட் மாஸ்டர் பைக்க திருடி எடைக்கு போட்டவன் நான் சென்ட்ரல் ஜெயிலில் 100 தடவை டென்ட் போட்டவன் കൂടി എടാ ജീരസോടെ ഇന്നലെ പറയാം അവിടെ ജീരസോടെ ചെയ്യുന്നടാ അത് നിങ്ങൾ പാട്ട് അടിപൊളി പറഞ്ഞിട്ടാ താങ്ക് യു. കിട്ടുന്ന കിടിച്ച് പൊളിച്ച് ചേട്ടാ പിയാസിന് സോപ്പണ്ടി വേറെ എടുത്ത് വെച്ചേട്ടാ ഞാൻ കൊടുക്കാൻ കൊണ്ടുപോകാൻ പക്ഷെ കുരുവിയുടെ എൻട്രി അതാണ് കിട്ടില്ല എന്തൊരു കയ്യടിയായിരുന്നു. അതെ ഞാനും കളിച്ചപ്പോഴും കൈഡി ഉണ്ടായിരുന്നു ഇച്ചിരി കുറവായിരുന്നു ശിവന്റെയായിരുന്നു കൂടുതൽ. ഞാൻ കണ്ടായിരുന്നതാ ഇല്ല അവിടെ ഉപ്പിട്ടത് അടിപൊളിയാണ് അത് ഞാനാ പറഞ്ഞത് പിടിച്ച് ആ, എന്നാ വിളിച്ചു. പിന്നെ രമേശന്റെ മിമിക്രി അത് പറഞ്ഞു കൊടുത്തു. അയ്യോ എന്തായിരുന്നു വിമാനമാണ് മെയിൻ എന്ന് ഞാൻ പറയത്തില്ല. എടാ മറ്റേ സാധനമില്ലേ ഏത് മറ്റേ ഇന്ദ്രജിത്തിന്റെ അത് കാണിച്ചപ്പോ ഓ ഇന്ദ്രജിത്ത് ഡിറ്റോ. എനിക്ക് അല്ല അമ്പിളിക്കുട്ടൻ പറഞ്ഞപ്പോ അമ്പിളിക്കുട്ടൻ പോകൊക്കെ കാണാറുള്ള ആ പുള്ളിയുടെ വിചാരം അവിടെ ഇത് വന്നത്. അതല്ല അമ്പിളിക്കൂട്ടരല്ലേ മറ്റോ വന്നിട്ട് ഒറ്റ അടിച്ചപ്പോ അമ്പിളിക്കൂട്ടർ ട്രിപ്പായി പോയി. ആ ഓണത്തപ്പനോടെ അതെ അതെ അവിടെ ഞാൻ പോകട്ടെന്നാ എന്നെ വല്ല ധൃതിയുണ്ടോ? നിങ്ങളെ വീട്ടിൽ പോണടാ അമ്മ ഒറ്റയ്ക്കാം സൈക്കിൾ 4 പേരെ കയറ്റാൻ പറ്റുമോ? അപ്പൊ അച്ഛനോ? അച്ഛൻ പണിക്ക് പോയിക്കല്ലേ എടാ ഞാൻ പോകട്ടെ ഞാൻ പോണ് ആ സോപ്പ് നിൽക്കട്ടെ പോടേട്ടാ ശരി ആ ഹാപ്പി ഓണം. ഹാപ്പി ആണോടാ ഹാപ്പി ആണോ? ഓക്കെ ഓക്കെ. ആ ശരിയാ ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇംഗ്ലീഷ്. ശരിയാ സത്യം.